സത്യങ്ങൾ മനസ്സിലാക്കാനും അത് തുറന്നു പറയാനും CPIക്കുള്ള കഴിവ് അന്യാദൃശ്യമാണ്. പക്ഷെ അതിൽ ഉറച്ചു നിൽക്കുമോ എന്ന് ചോദിച്ചാൽ അത് ലേശം കമ്മിയാണ് താനും. പക്ഷെ ചില കാര്യങ്ങളിൽ ഒരു പിടിയങ്ങ് പിടിക്കും. അത് പക്ഷെ പഞ്ചവത്സര പദ്ധതി പോലെ 5 വർഷത്തിലോ 4 വർഷത്തിലോ ഒരിക്കലാണ് അത് സംഭവിക്കുക. ഈ ഗവൺമെന്റിന്റെ കാലത്ത് PM ശ്രീ പദ്ധതി, അതിൽ നിന്ന് പിന്മാറണമെന്ന് നിർബന്ധിച്ചത്, അതിനെ CPM വഴങ്ങിയത്, അതൊരു ഉദാഹരണമാണ്. അതുപോലെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തോമസ് ചാണ്ടി ഒഴിവാക്കാൻ വേണ്ടി എടുത്ത നിലപാട്, അത് മറ്റൊരു ഉദാഹരണമാണ്. അതാ പറഞ്ഞത് 5 വർഷത്തിലോ 4 വർഷത്തിലോ ഒരിക്കലാണ് ഇതുപോലുള്ള അനുഭവങ്ങൾ CPIക്ക് ഉണ്ടാവുക. ഇപ്പോൾ തന്നെ നോക്കുക, ഈ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ LDFനുണ്ടായ പരാജയം, അതിന്റെ കാരണങ്ങൾ CPMഉം CPIയും മത്സരിച്ച് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക, അവലോകനം നടത്തിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്നറിയാവുന്നത് കൊണ്ട് മറ്റ് ഘടകകക്ഷികളാരും ഈ വൃഥാ വ്യായാമത്തിന് തയ്യാറായിട്ടില്ല. നമ്മുടെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് അല്ലെങ്കിൽ JDS ഇവർക്കൊന്നും ഈ കാര്യത്തിൽ വലിയ താല്പര്യമൊന്നുമില്ല. കാരണം കണ്ടുപിടിച്ചിട്ടെന്താ കാര്യം, ഒരു പ്രയോജനവുമില്ല. പക്ഷെ CPMഉം CPIയും അവരുടേതായ കാരണങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. CPM ആവട്ടെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണങ്ങൾ കണ്ടുപിടിക്കുന്നതിലല്ല താല്പര്യം. അവരെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ, ഇന്ന കാര്യങ്ങൾ പരാജയത്തിന്റെ കാരണമായിട്ടില്ല എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ഒരു വ്യഗ്രതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഭരണവിരുദ്ധ വികാരം, അതുപോലെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള, ഇതൊന്നും LDFന്റെ പരാജയത്തിനൊരു കാരണമായിട്ടില്ല. അതൊന്ന് സ്ഥാപിച്ചെടുക്കണം. അതിനാണ് CPM പ്രാധാന്യം നൽകുന്നത്. അത് മാത്രമല്ല, ഈ സർക്കാരിനെ കുറിച്ച്, പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ സംസ്ഥാന ഗവൺമെന്റിനെ കുറിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് അതിഭയങ്കര മതിപ്പാണെന്നാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി നമ്മുടെ ഗോവിന്ദൻ മാക്സ് പറയുന്നത്. അമിതമായ ആത്മവിശ്വാസവും സംഘടനാപരമായ ദൗർബല്യവും അത് ചിലയിടങ്ങളിൽ തിരിച്ചടിക്ക് കാരണമായി. അതും ഗോവിന്ദൻ മാക്സ് സമ്മതിക്കുന്നുണ്ട്. അതായത് പിള്ളേച്ച, ഈ സർക്കാരിന്റെ കുഴപ്പം കൊണ്ടൊന്നും അല്ല തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത്, സംഘടനാപരമായ ദൗർബല്യങ്ങളാ. എന്ന് വെച്ചാൽ സംഘടനയെ നയിക്കുന്ന നേതൃത്വത്തിന് പറ്റിയ വീഴ്ചകൾ, പോരായ്മകൾ. അല്ലാതെ ജനങ്ങൾ മാർക്കിട്ട സംസ്ഥാന സർക്കാർ അവർക്കൊരു കുഴപ്പവും പറ്റിയിട്ടില്ല. അവരല്ല പരാജയത്തിന് കാരണം. ഇതാണ് പിണറായി വിജയൻ മിടുക്ക് എന്ന് പറയുന്നത്. അതായത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് പറയാം, ഈ സർക്കാരിനോട് ജനങ്ങൾക്കുള്ള എതിർപ്പ് കൊണ്ട്, ഇഷ്ടക്കേട് കൊണ്ട്, വെറുപ്പ് കൊണ്ട്, അതൊക്കെയാണ് ഈ പരാജയത്തിന്റെ കാരണങ്ങൾ. ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ പിണറായി വിജയൻ എന്താ ചെയ്തത്? സംഘടനയുടെ സംസ്ഥാന സമിതിയെ കൊണ്ടൊരു തീരുമാനം എടുപ്പിച്ചു. അമിതമായ ആത്മവിശ്വാസവും സംഘടനാ തലത്തിലുള്ള ദൗർബല്യവുമാണ് തോൽവിക്ക് കാരണമെന്ന്. അതായത് സർക്കാരിന്റെ കുഴപ്പങ്ങളൊന്നും അല്ലെന്ന്. അതാണ് നമ്മുടെ പിണറായി വിജയന്റെ മിടുക്ക്. പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്ററിനെ വന്നിട്ട് ഇത് മാധ്യമപ്രവർത്തകരോട് പറയാം, സംഘടനയുടെ കുഴപ്പം, അമിതമായ ആത്മവിശ്വാസം, അല്ലാതെ ഭരണവിരുദ്ധ വികാരമല്ല, സർക്കാരിന് ഒരു കുഴപ്പവുമില്ല എന്ന് പറയുന്ന ആരാ? നമ്മുടെ ഗോവിന്ദൻ മാസ്റ്റർ തന്നെയാ. സംസ്ഥാന സമിതി എന്താ ചെയ്തത്? ഈ ഗവൺമെന്റിന്, സംസ്ഥാന സർക്കാരിന് 100ൽ 100 മാർക്കും ഫുൾ മാർക്ക് നൽകിയിരിക്കുക. അതേസമയം തന്നെ നമ്മുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതിന്റെ മൊത്തം വികാരം നോക്കുമ്പോൾ, ആകെ മൊത്തം ടോട്ടൽ എടുക്കുമ്പോൾ സകലമായ ജനങ്ങളും ഈ സർക്കാരിനെതിരായിരുന്നുവെന്ന് വരികൾക്കിടയിൽ അദ്ദേഹം സമ്മതിക്കുന്നുമുണ്ട്. പക്ഷെ പുറമേക്ക് പറയുമ്പോൾ സംസ്ഥാന സർക്കാർ ക്ലീനാ, ഒരു കുഴപ്പവുമില്ല, നല്ല ഒന്നാം തരം അമ്പൂറ്റി സർക്കാരാ. പാർട്ടിക്ക് ചില തകരാറുകൾ സംഭവിച്ചു. പരാജയ കാരണങ്ങൾ സംബന്ധിച്ച് സത്യം പറഞ്ഞാല് അത് നമ്മുടെ CMന് കൊള്ളും. മുഖ്യമന്ത്രിയുടെ നെഞ്ചത്താണ് ചെന്ന് പതിക്കുക എന്ന അസ്കരയൊന്നും CPIക്കില്ല. അവരുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എക്സിക്യൂട്ടീവ് ഇന്നലെ ചേർന്നിട്ട് വളരെ കൃത്യമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്പർ 1, ഭരണവിരുദ്ധ വികാരം ഇവിടെ ഉണ്ട്. സംസ്ഥാന സർക്കാരിനെതിരെ ജനങ്ങൾക്ക് വലിയ എതിർവികാരമുണ്ട്. അത് മാത്രമല്ല, ഗവൺമെന്റിനെതിരെയുള്ള വികാരം മാത്രമല്ല, ആന്റി ഇൻകുംബൻസി ഫാക്ടേഴ്സ് മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തന്നെ ജനവികാരമുണ്ട്. വ്യക്തിപരമായിട്ട് മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ രീതികളെ കുറിച്ച്, പ്രവർത്തനത്തെ കുറിച്ച്, അദ്ദേഹം കാട്ടുന്ന ധാർഷ്ട്യത്തെക്കുറിച്ച്, ഇത് സംബന്ധിച്ചെല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് അദ്ദേഹത്തിനെതിരായിട്ടുള്ള വികാരമുണ്ട്. മൂന്നാമത്, ഒരു വൺ മാൻ ഷോ ആണ് ഇവിടെ നടക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വൺ മാൻ ഷോ. അദ്ദേഹം പറയുന്നതേ നടക്കൂ. അദ്ദേഹം ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടത്തിയെടുക്കുന്നു. വേണ്ടത്ര ചർച്ചകളില്ല, മുന്നണിയിലില്ല, മന്ത്രിസഭയിലില്ല, അല്ലെങ്കിൽ പാർട്ടി തലത്തിലില്ല. പിണറായി വിജയൻ എന്ത് വിചാരിക്കുന്നോ അത് നടക്കും. അതാണ് ഈ വൺ മാൻ ഷോ എന്ന് പറയുന്നത് കൊണ്ട് CPI ഉദ്ദേശിക്കുന്നത്.
അതവര് തുറന്ന് പറയുന്നുമുണ്ട്. അത് മാത്രമല്ല, പിണറായി വിജയൻ ഈ വൺമാൻ ഷോ, അതായത് പ്രവർത്തനത്തിലുള്ള ഈ ഏകാധിപത്യ പ്രവണത LDF-നെ വല്ലാത്തൊരു പതനത്തിലേക്ക്, അപകടകരമായ നിലയിലേക്ക് തള്ളിവിട്ടു എന്നും CPI പറഞ്ഞു വയ്ക്കുന്നു. ഒരു സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പരാജയം സംഭവിക്കുകയാണെങ്കിൽ ഭരണവിരുദ്ധ വികാരം എന്നൊക്കെ പറയാവുന്നതാണ്. അത് പലപ്പോഴും സംഭവിച്ചിട്ടുമുണ്ട്. ഇവിടെ CPI പറയുന്നത് പല ജനക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കുകയും നടപ്പാക്കുകയും ചെയ്തിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പോ പോലെയല്ല, വളരെ പ്രാദേശിക തലത്തിൽ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ പോലും LDF-ന് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ, അതായത് ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പാക്കിയിട്ടും തോൽവിയാണ് ഉണ്ടായതെങ്കിൽ, അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ സർക്കാരിനെതിരെ വലിയ ജനവികാരം ഉണ്ടെന്നാണ്. പക്ഷെ അതും കടന്നിട്ടാണ് CPI പറയുന്നത് പിണറായി വിജയനെതിരെ ശക്തമായ ജനവികാരം ഉണ്ടെന്ന്. ഇതാദ്യമായിട്ടാണ്. CPI പോലും നേരത്തെ അക്കാര്യം പറഞ്ഞിട്ടില്ല. അവരുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് സെക്രട്ടേറിയറ്റിൽ വന്ന കാര്യമായി പറയുന്നത് സാക്ഷാൽ പിണറായി വിജയനെതിരെ ശക്തമായ ജനവികാരമുണ്ട്. അതിലൂടെ അദ്ദേഹത്തിന്റെ ഏകാധിപത്യപരമായ പ്രവർത്തന രീതിയെയാണ് CPI വിമർശിക്കുന്നത്. ഒപ്പം തന്നെ ഈ ശബരിമല പ്രശ്നം, അല്ലെങ്കിൽ ശബരിമലയിലെ സ്വർണ്ണ കവർച്ച തോൽവിക്ക് ഒരു പ്രധാന കാരണമായി എന്ന കാര്യത്തിൽ CPIക്ക് ഒട്ടും സംശയം ഇല്ലാതാനും. ഈ CPI പറയുന്ന കാര്യങ്ങളെ, തോൽവിയുടെ കാരണങ്ങൾ, ഇതൊക്കെ പല ഘട്ടങ്ങളിലായിട്ട് CPM നിരാകരിച്ച വസ്തുതയാണ്. ഗോവിന്ദൻ മാഷ് പറഞ്ഞതാണ്, നേരത്തെ തന്നെ അവിടെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്, ശബരിമല പ്രശ്നമായിട്ടില്ല, ഭരണവിരുദ്ധ വികാരമില്ല. ഇതൊക്കെ നേരത്തെ തന്നെ സംസ്ഥാന കമ്മിറ്റി അവലോകനം നടത്തുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ CPI മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അത് ഗോവിന്ദൻ മാഷ് നിരാകരിച്ചതല്ല, സാക്ഷാൽ പിണറായി വിജയൻ തന്നെ നിരാകരിച്ച ഒരു കാര്യമാണ്. അത് പിണറായി വിജയന് വെള്ളാപ്പള്ളി നടേശനുമായിട്ട്, SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ്. വെള്ളാപ്പള്ളി നടേശൻ എന്താണ് ചെയ്തത്? മുസ്ലിം സമുദായത്തിനെതിരായിട്ട് അദ്ദേഹം നടത്തിയ ചില പ്രതികരണങ്ങൾ, അത് മുസ്ലിങ്ങളെ LDF-ൽ നിന്ന് അകറ്റി എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ഇന്നലെ നടന്ന ചർച്ചകളിൽ CPI ചെയ്യുന്നത്. അത് മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശന്റെ ഈ അഭിപ്രായ പ്രകടനങ്ങൾ മുഖ്യമന്ത്രിയുടെ ആശീർവാദത്തോടെയാണ് നടത്തിയത് എന്ന തോന്നൽ പോലും ഉണ്ടായി എന്ന് CPI സമ്മേളനത്തിൽ അഭിപ്രായമുയർന്നു. അതിന്റെ അർത്ഥം എന്താണ്? വളരെ ബോധപൂർവമായിട്ട് പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ച മൃദു ഹിന്ദുത്വത്തെ താലോലിക്കുന്ന തരത്തിലുള്ളൊരു സമീപനം, അത് ഈ തെരഞ്ഞെടുപ്പിൽ സർക്കാരിനും ഇടതുപക്ഷ മുന്നണിക്കുമെതിരെ പ്രവർത്തിച്ചു. അതാണ് CPIയുടെ വിലയിരുത്തൽ. നേരത്തെ പറഞ്ഞതുപോലെ ഈ കാര്യം പിണറായി വിജയൻ തന്നെ നിരാകരിച്ചതാ, തള്ളിക്കളഞ്ഞതാ. പമ്പയിൽ നിന്ന് അയ്യപ്പ സംഗമത്തിന് വരുമ്പോൾ വെള്ളാപ്പള്ളി നടേശനെ അദ്ദേഹം സ്റ്റേറ്റ് കാറിൽ അദ്ദേഹത്തോടൊപ്പം കൂട്ടിക്കൊണ്ടുവരികയാണ് ചെയ്തത്. അതിന് ചില ന്യായീകരണങ്ങളൊക്കെ പറഞ്ഞു. വഴി കണ്ടു, അദ്ദേഹം നടന്നു പോകുമായിരുന്നു, അന്നേരം വിളിച്ചു കയറ്റിയതാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും തനിക്കെന്താ തന്റെ കാറിൽ വെള്ളാപ്പള്ളി നടേശനെ കൊണ്ടുവന്നതിൽ എന്താ തെറ്റ് എന്നും അദ്ദേഹം ചോദിക്കുകയുണ്ടായി. അപ്പൊ അതിനെ ന്യായീകരിച്ചതാണ്. പക്ഷെ CPI ആ ഒരു പ്രവൃത്തി, വെള്ളാപ്പള്ളി നടേശനെ സ്പോൺസർ ചെയ്തത്, വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ആശീർവാദത്തോടെയാണെന്ന തോന്നലുണ്ടായത്, ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പില് LDF-നെതിരായിട്ട് പ്രവർത്തിച്ച ഘടകങ്ങളായി അവർ ചൂണ്ടിക്കാട്ടുന്നു. എന്താണ് തോൽവിയുടെ പ്രധാന കാരണങ്ങളെന്ന് CPM-നും അറിയാം, CPI-ക്കും അറിയാം. CPI ഇത് തുറന്നു പറയുന്നു. പക്ഷെ CPM അതിന് തയ്യാറാവുന്നില്ല. കാരണം അതൊക്കെ സമ്മതിച്ചാൽ അപ്പോ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് മുഖ്യമന്ത്രി ആയിരിക്കും, പിണറായി വിജയനായിരിക്കും. അത് നടക്കില്ല. ഇന്നത്തെ CPM-ൽ അങ്ങനെ മുഖ്യമന്ത്രിക്കെതിരെ, അല്ലെങ്കിൽ പാർട്ടിയുടെ സകല നിയന്ത്രണങ്ങളും ചരടുകളും കയ്യിൽ വെച്ചിരിക്കുന്ന പിണറായി വിജയനെതിരെ ഒരു പരാമർശം ഉണ്ടാവാൻ അതൊരു കാരണവശാലും പാർട്ടി സമ്മതിക്കില്ല, പാർട്ടിയിൽ നടക്കില്ല. അതാണ് ഇന്നത്തെ CPM-ന്റെ സ്വഭാവം. CPM ആ രീതിയിലായിരിക്കുന്നു. പണ്ടൊക്കെ CPM പോലുള്ള പാർട്ടി തെരഞ്ഞെടുപ്പ് പരാജയങ്ങളൊക്കെ അവലോകനം ചെയ്യുമ്പോൾ സത്യസന്ധമായിട്ടാണ് അതൊക്കെ ചെയ്തിരുന്നത്. തെറ്റുകൾ സമ്മതിക്കാൻ തയ്യാറാകുമായിരുന്നു. തെറ്റുകൾക്ക് ചില പ്രത്യയശാസ്ത്രപരമായ ന്യായീകരണങ്ങളൊക്കെ കൊണ്ടുവരുമെങ്കിലും സത്യമായിട്ട് പറയുമായിരുന്നു. ഇപ്പോഴാ സത്യങ്ങൾക്കോ അല്ലെങ്കിൽ സത്യസന്ധമായ വിലയിരുത്തലുകൾക്കോ ആ പാർട്ടിയിൽ യാതൊരു സ്ഥാനവുമില്ല. പിണറായി പറയുന്നത് എന്താണോ അങ്ങനെ പാർട്ടി തീരുമാനിക്കൂ, മുന്നോട്ട് പോകും. ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ഉടനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ഒരു യോഗം നടന്നിരുന്നു. അതില് എന്തുകൊണ്ട് തോറ്റു എന്ന ചർച്ച വന്നപ്പോൾ ശരിയായ ദിശയിലേക്ക് ആ ചർച്ചയൊന്ന് പോയതാണ്. അത് പ്രായോഗിക തലത്തിൽ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള വിമർശനമായിരുന്നു. സർക്കാരിനെതിരായിട്ടുള്ള അഭിപ്രായങ്ങളാണ് അന്ന് സെക്രട്ടേറിയറ്റിൽ വന്നത്. പക്ഷെ അതിനുശേഷം അത്തരത്തിലൊരു
അഭിപ്രായ പ്രകടനങ്ങൾ പാർട്ടി വേദികളിൽ ഉയർന്നു വരാതിരിക്കുന്നതിന് പിണറായി വിജയൻ ശ്രദ്ധിച്ചു. അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. അതിന്റെ ഫലമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിച്ച അവലോകന റിപ്പോർട്ടിൽ പ്രകടമായത്. പറഞ്ഞല്ലോ, ഇത്രയും വിശകലനങ്ങളുടെ പട്ടൊക്കെ CPM നടക്കുന്നത് ആരെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയായിരുന്നില്ല, തെറ്റുകൾ തിരുത്താൻ വേണ്ടിയായിരുന്നു. അടുത്തു വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയായിരുന്നു. ഇപ്പോഴതല്ല. ഇപ്പോൾ പിണറായി വിജയൻ പ്രതിസ്ഥാനത്ത് അല്ലെങ്കിൽ പ്രതിക്കൂട്ടിൽ നിൽക്കാൻ പാടില്ല. അതാണ് ഇന്ന് പാർട്ടിയുടെ രീതി എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, കേരളത്തിൽ മുഴുവൻ നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ ശബരിമല പ്രശ്നം കാര്യമായ തോതിൽ ഏശിയിട്ടില്ല എന്ന് പറയുന്നതിന് നമ്മുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാർക്സ് ചൂണ്ടിക്കാണിക്കുന്ന ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്? പന്തളം മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പില് BJPയിൽ നിന്ന് മുനിസിപ്പൽ ഭരണം LDF തിരിച്ചു പിടിച്ചു. എന്താ അത്ര വലിയ പ്രത്യേകത? അവിടുത്തെ BJP ഭരണത്തെ പറ്റി വലിയ ശക്തമായ വിമർശനങ്ങൾ ഉണ്ടായിരുന്നതാണ്. വലിയ ജനവികാരം അവിടുത്തെ മുനിസിപ്പൽ കൗൺസിലിനെതിരായിട്ടുണ്ടായിരുന്നു. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. അതിന്റെ ഫലമായിട്ടാണ് അവിടെ LDF ജയിച്ചത്. അതിനേക്കാൾ വിചിത്രമായി തോന്നുന്നത് ശബരിമല സ്ഥിതി ചെയ്യുന്ന പെരുന്നാട് പഞ്ചായത്ത്, അവിടെ LDF ജയിച്ചത്രേ. അത് മാത്രമല്ല, ആ വാർഡിൽ, ശബരിമല ഇരിക്കുന്ന വാർഡിൽ LDF ജയിച്ചത്രേ. അതിന്റെ അർത്ഥം എന്താണ്? CPMന്റെ വ്യാഖ്യാനമാണ്. CPM പോലൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്തരം കാര്യങ്ങൾ അപഗ്രഥിച്ച് മനസ്സിലാക്കുന്നതും അത് പാർട്ടിയോടും ജനങ്ങളോടും പറയുന്നതും ഈ രീതിയിലാണോ? ഒരു പഞ്ചായത്തിൽ ജയിച്ചു, ശബരിമല ഇരിക്കുന്ന പഞ്ചായത്തിൽ, അല്ലെങ്കിൽ ശബരിമല ഇരിക്കുന്ന വാർഡിൽ ജയിച്ചു. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണ്ണക്കൊള്ള ഒരു പരാജയ കാരണമായിരുന്നില്ല എന്ന് വ്യാഖ്യാനിക്കുകയും അവകാശപ്പെടുകയുമാണ് CPM. ആ പാർട്ടിക്ക് പറ്റിയ അപജയമാണ് വാസ്തവത്തിൽ ഇത് കാട്ടുന്നത്. ഒരു മുനിസിപ്പാലിറ്റിയിലോ ഒരു പഞ്ചായത്തിലെയോ വിജയം വെച്ചുകൊണ്ട് കേരളമെമ്പാടും ഉണ്ടായ പരാജയത്തിനെ ന്യായീകരിക്കുക, അതിൽ ശബരിമല ഒരു കാരണമല്ല എന്ന് പറയുകയാണ്. സ്വർണ്ണക്കവർച്ച കേസിൽ അറസ്റ്റിലായ CPM നേതാക്കൾക്കെതിരെ നടപടി എടുക്കാതിരുന്നത് പരാജയത്തിന്റെ ആക്കം കൂട്ടിയെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. CPMന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലൊക്കെ ആ ചർച്ച വന്നതാണ്. പക്ഷെ ഇപ്പൊ അതിനെന്തുവാ ന്യായീകരണം പറയുന്നത്? ഞങ്ങളുടെ നടപടി എടുക്കാതിരുന്നത് നിങ്ങൾ അത് വലിയ തലക്കെട്ടാക്കാതിരിക്കാനാണെന്ന്. പത്രങ്ങളും മാധ്യമങ്ങളും തലക്കെട്ടാക്കാതിരിക്കാനാണ് ഞങ്ങള് ഈ കേസിൽ പ്രതികളായ ജയിലിൽ പോയ നേതാക്കൾക്കെതിരെ നടപടി എടുക്കാതിരുന്നതെന്ന്. എന്തൊരു അതിശയകരമായ ന്യായീകരണങ്ങളാ! ഈ വക ക്യാപ്സ്യൂൾ കൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കാമെന്നാണ് ഇപ്പോഴും CPM കണക്ക് കൂട്ടുന്നത്. അവരെവിടെയാണ് ഇപ്പോൾ ജീവിക്കുന്നത്? വിഡ്ഢികളുടെ സ്വർഗത്തിൽ നിന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഏതാണ്ട് സമാനമായ ഒരു സാഹചര്യമാണ്. CPI ചില സത്യങ്ങൾ പറഞ്ഞു, അത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അവർ പറഞ്ഞതാണ് യഥാർത്ഥ പരാജയ കാരണങ്ങളെന്നും കേരളത്തിനറിയാം, ജനങ്ങൾ അത് അറിയുന്നു. പക്ഷേ ഇനി എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് CPI എടുക്കാൻ പോകുന്ന നടപടികൾ? ശക്തമായ ഭരണവിരുദ്ധ വികാരം നേരിടുന്ന ഒരു സർക്കാർ, അതിനെ നയിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെയും വലിയ തോതിലുള്ള ജനവികാരം ഉണ്ട്. മുഖ്യമന്ത്രി പ്രവർത്തിക്കുന്നത് ഏകപക്ഷീയമായിട്ടാണ്, അതായത് വൺ മാൻ ഷോ ആണ്. അദ്ദേഹത്തിന്റെ ഇഷ്ടമനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത്. അദ്ദേഹത്തിന്റെ ഇഷ്ടമനുസരിച്ച് ഒപ്പിട്ട PMC പദ്ധതി, അതൊക്കെ ജനങ്ങളിൽ വലിയ എതിർവികാരം ഉണ്ടാക്കി. അത്തരത്തിലുള്ള ഒരു ഗവൺമെന്റ്, അത്തരത്തിലുള്ള ഒരു ക്യാപ്റ്റൻ, മന്ത്രിസഭയുടെ നായകൻ 4-5 മാസങ്ങൾക്ക് ശേഷം സംസ്ഥാന നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ CPI എന്താണ് ചെയ്യാൻ പോകുന്നത്? ഈ ജനവിരുദ്ധ വികാരത്തിനിരയായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണിയുടെ സർക്കാരിന്റെ ഭാഗമായിട്ടായിരിക്കുമോ അവരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നത്? അല്ലാതെ വേറെന്ത് നിവൃത്തിയാണ് അവർക്കുള്ളത്? തെരഞ്ഞെടുപ്പ് കാരണങ്ങളെ കുറിച്ചൊക്കെ വാചാലമായിട്ട് ചർച്ച ചെയ്യാം, അതൊക്കെ പത്രങ്ങളിൽ വരും, പത്രങ്ങൾക്ക് ചോർത്തി കൊടുക്കാം. അത് എക്സിക്യൂട്ടീവിന്റെയും സെക്രട്ടേറിയറ്റിന്റെയും മിനിറ്റ്സില്, റിപ്പോർട്ടുകളിൽ ഉണ്ടാകും എന്നതൊഴിച്ചാൽ ഈ വക വിലയിരുത്തലുകൾ കൊണ്ട്, ആത്മപരിശോധന കൊണ്ട് എന്താണ് പ്രയോജനം? CPIക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്? ഇവിടെ ഈ വിലയിരുത്തലുകൾ CPM അംഗീകരിക്കും എന്നാരെങ്കിലും കരുതുന്നുണ്ടോ? നിർദാക്ഷിണ്യം അവ ചവറ്റുകൊട്ടയിലേക്ക് പോകും LDF യോഗം ചേരുമ്പോൾ, യാതൊരു സംശയവുമില്ല. അവർക്ക് ആ കൂടെ പ്രതീക്ഷിക്കാവുന്ന ഒരു സ്വയം സംതൃപ്തി, ഞങ്ങൾ ശരി പറഞ്ഞു, സത്യം പറഞ്ഞു, ജനങ്ങളോട് അത് പറഞ്ഞു എന്ന ഒരു സന്തോഷം. പിന്നെ ഇനി നടക്കാൻ പോകുന്ന 3 മേഖലാ ജാഥകളിൽ ഒന്നിന്റെ ക്യാപ്റ്റൻ സ്ഥാനം ഒരുപക്ഷെ കിട്ടിയേക്കാം. എന്നാലും സത്യം പറഞ്ഞു എന്നൊരു സംതൃപ്തി CPIക്ക് ഉണ്ടാവും. അത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു.